കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ കോട്ടയായി നിലനിന്ന ആലപ്പുഴ, നമുക്കറിയാം കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഒന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കായംകുളം മണ്ഡലം ഒരുപാട് വിവാദങ്ങളുണ്ടായ മണ്ഡലമാണ്. വോട്ട് കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ കായംകുളത്തിന്റെ ഒരു വിജയ സാധ്യത എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? ഇത് വോട്ട് കച്ചവടം എന്നല്ല, ഒരു മൂന്ന് പാർട്ടികൾക്കും ബാലികേറാമലയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ല എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കായംകുളം. അത് കാരണം അതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണുകൾ നമ്മളെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരിക്കുന്ന യു പ്രതിഭ 8000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്, അല്ല 7000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കായംകുളത്ത് നിന്ന് CPIM ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് പോകുന്നത്. അന്ന് 78,000 ശിഷ്ട വോട്ടുകളാണ് യു പ്രതിഭയ്ക്ക് അവിടെ ലഭിച്ചതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അരിത ബാബു, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, പാൽക്കാരി പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. 7000 ശിഷ്ട വോട്ടുകൾ 71,000 ശിഷ്ട വോട്ടുകളാണ് അരിത ബാബുവിന് അവിടെ പിടിക്കാൻ സാധിച്ചത്. അതായത് ഒരു വലിയ മുന്നേറ്റം, വലിയൊരു ടൈറ്റ് മത്സരത്തിലേക്കൊക്കെ UDF കൊണ്ടുപോകാൻ സാധിച്ച ഒരു മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന കായംകുളം. എന്നാൽ അവിടെ NDAക്ക് ലഭിച്ച വോട്ടുകളാകട്ടെ 10,000 ശിഷ്ട വോട്ടുകൾ മാത്രമാണ് NDAക്ക് അവിടെ ലഭിച്ചത്. എന്നാൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമ്മളെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ യു പ്രതിഭ MLA ആയതിനു ശേഷം പാർട്ടിയുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ മകനുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. AM ആരിഫ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ സിറ്റിംഗ് MP മത്സര രംഗത്തേക്ക് വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്. അവിടെ ആ മത്സര രംഗത്ത് സംഭവിച്ചതൊരു വല്ലാത്ത തിരിച്ചടിയാണ് CPM. അതായത് 10,000 ശിഷ്ട വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന NDAക്ക് അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ വനിതാ നേതാക്കന്മാരിലെ മുഖ്യമായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വന്നപ്പോൾ KC വേണുഗോപാലിനെയും കൂടി സ്ഥാനാർത്ഥി വന്നതോടുകൂടി ചിത്രം ആകെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. 50,000 ശിഷ്ട വോട്ടുകൾ ആര് പിടിക്കുന്നു? KC വേണുഗോപാൽ പിടിക്കുന്നു. എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് വെറും 10,000 ശിഷ്ട വോട്ടുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്ന NDA 40,000 പരം വോട്ടുകൾ പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം കായംകുളത്ത് ഉണ്ടാവുകയാണ്. ഇത് CPM വല്ലാതെയാണ് ഞെട്ടിച്ചത്. കാരണം CPMന്റെ സിറ്റിംഗ് MLA ഉള്ള ഒരു മണ്ഡലത്തിൽ CPMന്റെ സിറ്റിംഗ് MP മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് നിസ്സാര വോട്ടുകൾക്കാണ്, അതായത് BJPയും CPMും തമ്മിലുള്ള വോട്ടുകൾ നിസ്സാരമാണെങ്കിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം CPMന് അവിടെ ഉണ്ടായിരിക്കുന്നു. ഇത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് UDFനും BJPക്കുമാണ്. പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ CPM അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും അത് നിസ്സാര വോട്ടുകൾക്കാണ്. പക്ഷെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നമുക്ക് അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് അത് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ നോക്കുമ്പോൾ CPMന് ഒരു വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് BJP സ്ഥാനാർത്ഥി ശക്തയായതുകൊണ്ടാണോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശക്തനായതുകൊണ്ടാണോ എന്ന സംശയം അവിടെ ബാക്കി നിൽക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും നൽകുന്ന സാധ്യതകൾ വളരെ വലുതാണ്. ഇപ്പോ കായംകുളത്ത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പല പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും അവസാന നിമിഷം സിറ്റിംഗ് MLA ആയിരിക്കുന്ന യു പ്രതിഭ തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കായംകുളത്ത് കാണുന്നുണ്ട്. പല പേരുകൾ അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന യു പ്രതിഭ അവിടെ സ്ഥാനാർത്ഥിയായി വരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കായംകുളത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി ബാലൻസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ, ആ ഹിന്ദു വോട്ടുകളിൽ തന്നെ ഈഴവ വോട്ടുകൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് കായംകുളം. അവിടുത്തെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ഈഴവ വോട്ടുകളിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ തവണ സംഭവിച്ചത് UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ ഈ പറയപ്പെടുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അവിടേക്ക് വരുന്നത്. ഇപ്പൊ യു പ്രതിഭ സ്വാഭാവികമായും ഇവിടെ സ്ഥാനാർത്ഥിയായി വരും. BJP എന്തായാലും അവിടെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശമൊക്കെ ഉറപ്പിച്ച മട്ടാണ്. കാരണം അവർക്കൊന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ആ മണ്ഡലം പിടിക്കാൻ പറ്റുമെന്ന ഉത്തമ ബോധ്യം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടേക്ക് വരുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രനും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഈ പറയപ്പെടുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നാൽ ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ കനകോലു റിപ്പോർട്ട് പ്രകാരം, കനകോലു കൃത്യമായി UDFൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലാതെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി UDFന് അവിടെ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിതാ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലാവും. ഹരിതാ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലാവാൻ മറ്റു കാരണങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ എങ്കിൽ പിന്നെ മറ്റാര് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു. യു പ്രതിഭ, ഈ പറയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ, ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഏകദേശം സീറ്റ് ഉറപ്പിച്ചു വന്നാൽ UDF
ആരെ മത്സരിപ്പിക്കണം? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി ബാലൻസിങ് പരിശോധിക്കുമ്പോൾ അവിടെ രണ്ടാമത് വരുന്നത് ഇസ്ലാം മത വിശ്വാസികളായ വോട്ടർമാരുടെ മുസ്ലിം വോട്ട് ബാങ്ക് ആണ് രണ്ടാം സ്ഥാനത്ത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന നിർദ്ദേശത്തിലേക്ക് ഈ പറയപ്പെടുന്ന കോൺഗ്രസിന് UDF പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. സീറ്റ് എന്തായാലും കോൺഗ്രസിന് തന്നെയാണ്. ഇനി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും ഇതിനു മുമ്പ് കായംകുളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ G. സുധാകരനെ ഹസൻ തോൽപ്പിച്ച ചരിത്രം ഈ പറയപ്പെടുന്ന കായംകുളത്തിനുണ്ട്. അപ്പൊ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി വന്നാൽ വിജയ സാധ്യത അവിടെ ഉണ്ട്. ഇഴവ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് പോയാൽ, ഈ മതവും ജാതിയൊക്കെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്, സെപ്പറേറ്റ് ചെയ്ത് പോയാൽ കമ്മ്യൂണിറ്റി ബാലൻസിന്റെ ഭാഗമായി ശക്തനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് അവിടെ ഉണ്ടായാൽ ഉറപ്പായും വിജയ സാധ്യത അവിടെ ഉണ്ട്. അപ്പോ മാത്രവുമല്ല അതൊരു ഇപ്പൊ കേരളത്തിലാകമാനം പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ സീറ്റ് കൊടുക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നിലനിൽക്കുന്നു. ഇത് കൂടാണ്ട് ഈ പറയപ്പെടുന്ന കായംകുളം എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ ജില്ലയെ ആലപ്പുഴയാണ്. അപ്പൊ ആ വൃത്തങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ഒരു KSU നേതാവിനൊക്കെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് സീറ്റ് ചോദിച്ചിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന KSU സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആര് എന്ന ചോദ്യത്തിനാണ് നമുക്കൊരു ഉത്തരം അവിടെ വേണ്ടുന്നത്. അതുകൊണ്ട് സാധ്യതകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന അനുതാജ് എനിക്ക് തോന്നുന്നു കുന്നത്തൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത്. ശൂരനാടാണ് അദ്ദേഹത്തിന്റെ സ്ഥലമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഒരു പരിധി വരെയൊക്കെ കായംകുളമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ അനുതാജ് കായംകുളത്ത് ഒരു മരണപ്പെട്ടു പോയ ഒരു കോൺഗ്രസ് പ്രവർത്തകര് ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തറക്കല്ലിടിയിൽ കർമ്മത്തിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് KC വേണുഗോപാലും കൊടുക്കുന്ന സുരേഷും ഒരുമിച്ചെത്തിയാണ് ആ തറക്കല്ലിടിയിലൊക്കെ നിർവഹിച്ചത്. അതിന്റെ താക്കോൽദാനത്തിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കായംകുളം മണ്ഡലത്തിലെ സാധാരണക്കാരായ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും പാർട്ടി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് പോകാൻ അനുതാജിന് സാധിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് അനുതാജ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ മുഖങ്ങളിൽ ഒരാളാണ്. ഇപ്പോ ഉപാധ്യക്ഷനായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മിറ്റിയിലും പിന്നെ ഇപ്പോൾ OJ ജനീഷ് കമ്മിറ്റിയിലും ഒക്കെ ഉപാധ്യക്ഷനായിരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെയായി ഓടി നടക്കുന്ന ഒരു നേതാവ് തന്നെയാണ് PS അനുതാജ് എന്ന് പറയുന്നത്. മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരമുഖങ്ങളിൽ സജീവമായി നിന്ന ആളാണ്. ജയിൽവാസം ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. മാത്രവുമല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം ഉപജീവനമാക്കിയ ഒരാളല്ല PS അനുതാജ്. അനുതാജിൻ്റെതായ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ കായംകുളത്ത് അനുതാജിന്റെ സാധ്യതകൾ ഏറെയാണ്. കാരണം ഒരു യുവാവിനെ, അതും ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു യുവാവിനെ പരിഗണിച്ചാൽ അത് അനുതാജ് ആകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. സീറ്റ് ചോദിച്ചാൽ അങ്ങനെ ഒന്നും, അല്ലെങ്കിൽ സീറ്റ് കൊടുക്കണം, ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ PS അനുതാജിന്റെ പേരുണ്ട്. അവിടെ വലിയ സാധ്യതകൾ കായംകുളത്ത് ഉണ്ട്. അനുതാജ് സ്ഥാനാർത്ഥിയായി അവിടെ വന്നാൽ ഉറപ്പായും പ്രവർത്തകരെ ക്രോഡീകരിക്കാനും ഒരുമിപ്പിച്ചു നിർത്താനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇനി കേരളത്തിലാകമാനം വീശിയടിക്കുന്ന ഒരു UDF തരംഗം അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിനെ ഇരു കൈകളും നീട്ടി മാറോടണയ്ക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വലിയ ജനത ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാലൊക്കെ ആ കായംകുളത്തിന്റെ MP ആയിരിക്കുമ്പോൾ അവിടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി പിന്നെ MP മണ്ഡലമായതുകൊണ്ട് MP കൃത്യമായിട്ടൊരു ബോധ്യം ഉണ്ടാവും, വിജയിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തും. ഇപ്പൊ പ്രതിഭ ഈ പറയപ്പെടുന്ന, ഇനി എന്റെ ഒരു വിലയിരുത്തൽ കായംകുളത്ത് സംഭവിക്കാൻ പോകുന്നത് പ്രതിഭ, അതുപോലെ നമ്മുടെ BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PS അനുതാജ്, ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ കായംകുളത്ത് വ്യക്തമാവുകയാണ് എന്നുള്ളത്. പല പേരുകൾ CPM സ്വാഭാവികമായ ഇലക്ഷൻ ആവുമ്പോൾ CPM-ന്റെയും BJP-യുടെയും ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെയും ഒക്കെ പല പേരുകൾ നിലനിൽക്കുന്നു, മുന്നിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഈ വർഗീയതയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് അങ്ങ് തലവെച്ചു കൊടുക്കാൻ ആലപ്പുഴയിൽ ഒരു മണ്ണിന് അത് CPM-ഉം കോൺഗ്രസും പ്രതിരോധിക്കും. അങ്ങനെയാണെങ്കിൽ ശക്തമായൊരു മത്സരം അവിടെ നടക്കേണ്ടതുണ്ട്. ആ ശക്തമായ മത്സരത്തെ ക്രോഡീകരിക്കാൻ ശക്തനായ ഒരു സംസ്ഥാന നേതാവ് തന്നെ വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് PS അനുതാജ് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.